വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 500 രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, BBA, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ 7 UG പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PG പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCom, MA ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 700 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് PG പ്രോഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്തി വീഡിയോ കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2024 ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് എപ്പോഴാണ് എക്സാം ഉള്ളത്, എപ്പോഴാണ് അസൈൻമെൻറ്റ് വെക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജാനുവരി സെഷൻ്റെ 9ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിന് മുന്നേ നമ്മൾ 8 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 8ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. 2024 ജാനുവരി സെഷൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ് 8 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇഗ്നോയ്ക്കകത്ത് 10,350 പ്രോഗ്രാം വരുന്നുണ്ട്. അതായത് 6 മാസം കൊണ്ട് തീർക്കുന്ന സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു വർഷം കൊണ്ട് തീർക്കുന്ന ഡിപ്ലോമ, PG ഡിപ്ലോമ, പിന്നെ നമ്മുടെ 3 ഇയർ ഡിഗ്രി ഉണ്ട്, 4 ഇയർ ഡിഗ്രി വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഇയർ PG, ഇതൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. ഇതിൽ തന്നെ സെമസ്റ്റർ വൈസ് കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇയർ വൈസ് കോഴ്സും ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂണിൽ എക്സാം ഉണ്ടാവും. അതേസമയം ഇയർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബറിലാണ് എക്സാം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് ഇയർലി 2 തവണയാണ് എക്സാം നടക്കുന്നത്. ജൂണിലാണ് ഒരു എക്സാം നടക്കുന്നത്. ജൂൺ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ ആയിരിക്കും ജൂണിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഡിസംബറിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജാനുവരി ഫസ്റ്റ് വീക്ക് വരെ ആയിരിക്കും അതിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് തിയറി എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ, പ്രോജക്റ്റ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് പ്രാക്ടിക്കൽ പ്രോജക്റ്റൊക്കെ വളരെ കുറച്ച് പ്രോഗ്രാമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ തിയറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അസൈൻമെൻറ്റ്. അത് തിയറി എഴുതുന്ന എല്ലാ സബ്ജക്റ്റിനും അസൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, UG ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്തായിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ അതിനെന്തായാലും അസൈൻമെൻറ്റ് ഉണ്ടാവും. കാരണം അസൈൻമെൻറ്റ് മാർക്ക് പ്ലസ് തിയറി മാർക്കാണ് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് വരിക. അപ്പോൾ അസൈൻമെൻറ്റ് എഴുതിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവില്ല കേട്ടോ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജൂണിലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ നമ്മൾ മാർച്ച്, ഏപ്രിൽ മാസത്തിലാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഡിസംബറിൽ എക്സാമാണ് നമ്മൾ എക്സാം എഴുതാൻ പോകണമെങ്കിൽ നമ്മൾ സെപ്റ്റംബർ, ഒക്ടോബറിലാണ് അസൈൻമെൻറ്റ് വെക്കേണ്ടത്. ഇതാണ് നമ്മുടെ കോമൺ ടൈം വരുന്നത്. അപ്പോൾ ഈ 2024 ജാനുവരി സെഷനിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ MCom, MBA, MCA, പിന്നെ ചില MSc പ്രോഗ്രാം, MSc എൻവയോൺമെൻറ്റൽ സയൻസ്, ഇതൊക്കെ എന്താണ് സെമസ്റ്റർ വൈസ് ആണ്. അതുപോലെ തന്നെ UG പ്രോഗ്രാം ആയിട്ടുള്ള BCA, BBA, പിന്നെ BSc ബയോ കെമിസ്ട്രി, ഇതൊക്കെ എന്താണ് സെമസ്റ്റർ വൈസ് ആണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് സെം എക്സാം ഈ ഒരു ജൂണിൽ വരുന്നതാണ്. അപ്പോൾ ജൂണിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ എഴുതണമെന്നൊന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസംബറിൽ എഴുതാം. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജൂണിൽ എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജൂണിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർച്ച്, ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാർച്ചിലേക്ക് വെക്കേണ്ട അസൈൻമെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടതാണ്. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാം. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണ് ഒരു കാറ്റഗറി ആൾക്കാർ. ഇനി അടുത്ത കാറ്റഗറി വെച്ച് കഴിഞ്ഞാൽ 2024 ജാനുവരി സെഷനിൽ നമ്മളൊരു ഇയർ വൈസ് പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുത്തുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ MA പ്രോഗ്രാം, ചില MSc പ്രോഗ്രാം, പിന്നെ BA പ്രോഗ്രാംസ്, BCom, ഇതിനൊക്കെ എന്താണ് എക്സാം ഇയർ വൈസ് ആണ്. അതായത് ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബറിലേക്കാണ് എക്സാം വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ സെപ്റ്റംബർ, ഒക്ടോബറിലാണ് അസൈൻമെൻറ്റ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവർ നിങ്ങൾ ധൃതി പിടിച്ചപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സെമസ്റ്റർ വൈസ് എക്സാം എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, അസൈൻമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, അവർക്ക് ജൂണിൽ എക്സാം ഉള്ളതാണ്. മാർച്ച്, ഏപ്രിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.
നീ പറഞ്ഞേക്കുന്ന ഈ ഒരു ജൂണിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഇപ്പോൾ തയ്യാറല്ല, നിങ്ങൾ എക്സാം എഴുതാൻ ഇപ്പോൾ നിങ്ങൾക്ക് ലീവ് കിട്ടില്ല, അല്ലെങ്കിൽ പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എന്ത് ചെയ്യാം, സെക്കൻഡ് സെമ്മിൻ്റെ ഒപ്പം ഡിസംബറിൽ എഴുതാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ എലിജിബിലിറ്റി ഉണ്ട്, ഇപ്പം തന്നെ എഴുതാണ് നല്ലത്. കാരണം ഡിസംബർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ രണ്ടും കൂടി എഴുതുമ്പോഴത്തേക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.